നമസ്കാരം. കോളേജിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു ബ്രാഡ് പിറ്റിന്റെ ബാബേൽ എന്ന സിനിമ കാണുന്നത്. ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവം അതോടനുബന്ധിച്ച് ലോകത്തിന്റെ പല കോണുകളിൽ കഴിയുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ആ സംഭവം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതുമായിരുന്നു ആ ചിത്രത്തിന്റെ ഒരു ഇതിവൃത്തം. അന്ന് ആ കൺസെപ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു ക്രിയേറ്ററിന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു പൊയറ്റിക് ഒരു കൺസെപ്റ്റായിട്ടാണ് ഞാൻ അന്ന് അതിനെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ US-ഇറാൻ യുദ്ധമൊക്കെ നടക്കുന്ന ഈ സമയത്ത് ഇതേ കൺസെപ്റ്റ് നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഇറാൻ ഖത്തറിൽ ഒരു ബോംബിട്ടത്. ആ ബോംബ് വീണ് ഖത്തറിനുണ്ടായ നാശനഷ്ടത്തെക്കാൾ കൂടുതൽ നാശനഷ്ടം ഒരുപക്ഷെ ജർമ്മനിയിലും നോർത്തേൺ യൂറോപ്പിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയെന്നാണ് ഈ വീഡിയോ വഴി നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ടെക്സോർവയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിചാരിക്കുന്നതിലും അധികം ലോകരാജ്യങ്ങൾ ട്രേഡ് വഴി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇന്നൊരു രാജ്യത്ത് ഒരു സംഭവം നടക്കുമ്പോൾ ആ രാജ്യത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ആ രാജ്യവുമായി ട്രേഡുള്ള രാജ്യങ്ങളെയും ആ രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളെയും ഒക്കെ ഇതൊരു കാസ്കേഡിങ് എഫക്റ്റ് പോലെ ബാധിക്കുന്നുണ്ട്. ബോംബ് വീണത് ഖത്തറിലാണെങ്കിലും അത് പൊട്ടിയത് യൂറോപ്പിലും ജർമ്മനിയിലും ഒക്കെ ആണെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ ജർമ്മനിയും ഖത്തറും തമ്മിൽ നടക്കുന്ന വലിയ LNG ട്രേഡിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ന്യൂവാൻസസ് മനസ്സിലാക്കണം, അതിന്റെ ടെക്നോളജി മനസ്സിലാക്കണം. ക്രൂഡ് ഓയിൽ വെല്ലുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കത്തുന്ന ഒരു വാതകമാണ് നാച്ചുറൽ ഗ്യാസ്. ഇതിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് CH4 അഥവാ മീഥെയിൻ ആണ്. പണ്ട് ഓയിൽ വെല്ലുകൾ കുഴിക്കുമ്പോൾ പ്രഷറിൽ പുറത്തേക്ക് വന്ന് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ശല്യക്കാരനായ ഒരു ഗ്യാസ് ആയിട്ടാണ് നാച്ചുറൽ ഗ്യാസിനെ ആൾക്കാർ കണ്ടിരുന്നത്. അന്ന് ടെക്നോളജി ഒന്നും അത്ര അഡ്വാൻസ്ഡ് അല്ലാത്തതുകൊണ്ട് ഇത് സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും എല്ലാം ലാഭകരം അവിടെ തന്നെ കത്തിച്ച് കളയുന്നതാണ്. മിക്കപ്പോഴും ഓയിൽ വെല്ലുകളുടെയൊക്കെ പടങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മുകളിലൊരു ഫ്ലെയിം നിന്ന് കത്തുന്നതായി കാണാം. അത് ഈ നാച്ചുറൽ ഗ്യാസ് കത്തിച്ച് കളയുന്നതാണ്. പൈപ്പ് ലൈൻ ടെക്നോളജിയിലും വെൽഡിങ്ങിലും ഒക്കെ അഡ്വാൻസ്മെന്റുകൾ വന്നപ്പോൾ ഈ നാച്ചുറൽ ഗ്യാസിനെ പൈപ്പ് ലൈനുകൾ വഴി ഓയിൽ വെല്ലുകളുടെ അടുത്തോ അല്ലെങ്കിൽ സമീപത്തുള്ള രാജ്യങ്ങളിലേക്കോ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാം എന്ന ഒരവസ്ഥയുണ്ടായി. ഇതിനെ അന്ന് പ്രധാനമായിട്ടും റൂം ഹീറ്റിങ്ങിനും കുക്കിങ്ങിനും ഒക്കെ വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ നാച്ചുറൽ ഗ്യാസിന്റെ ഏറ്റവും വലിയ പ്രശ്നവും ഈ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. കാരണം ഇതൊരു വാതകമായതുകൊണ്ട് തന്നെ ഇതിന്റെ എനർജി ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് ട്രക്കുകളിലോ ഷിപ്പുകളിലോ കയറി ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എക്കണോമിക്കലി വയബിൾ അല്ല. അക്കാലത്ത് ഇത് പൈപ്പ് ലൈൻ വഴി മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. ഈ പൈപ്പ് ലൈൻ ഇടുക നമുക്ക് വലിയ സംഭവമൊന്നുമായിട്ട് തോന്നത്തില്ലെങ്കിലും ഇതിന്റെ ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ്. മിക്ക എനർജി കമ്പനികളും ലാൻഡ് ലീസിന് എടുക്കുകയാണെങ്കിൽ കൂടെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളിൽ പൈപ്പ് ലൈൻ ഇടുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ പ്രോപ്പർട്ടികളിലൂടെ പൈപ്പ് ലൈൻ പോയി കഴിഞ്ഞാൽ അവിടെ വലിയ മരങ്ങൾ വെക്കാൻ പാടില്ല, അവിടെ വലിയ കൺസ്ട്രക്ഷൻസ് നടത്താൻ പാടില്ല. എപ്പോഴും ഈ ഗ്യാസ് കമ്പനിക്ക് 24/7 ആക്സസ് പ്രൊവൈഡ് ചെയ്യണം. അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല. അതുകൊണ്ട് എഫക്റ്റീവ്ലി ഈ ലാൻഡ് യൂസ്ലെസ് ആവുകയാണ്. അത് മാത്രമല്ല നമുക്കിത് റീസെയിൽ ചെയ്യാനും പറ്റത്തില്ല. ഈ നാച്ചുറൽ ഗ്യാസിന്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുന്നത് ഇത് -162 തണുപ്പിച്ചാൽ ലിക്വിഫൈ ചെയ്യാം എന്ന് കണ്ടെത്തുന്നതോടുകൂടിയാണ്. ലിക്വിഫൈ ചെയ്യുമ്പോൾ ഈ നാച്ചുറൽ ഗ്യാസിന്റെ എനർജി ഡെൻസിറ്റി 600 ഇരട്ടിയായി വർദ്ധിക്കുന്നു. അതായത് ഗ്യാസ് ഫേസിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ 600 ഷിപ്പ് വേണ്ടി വരുമ്പോൾ ലിക്വിഡ് ഫേസിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒറ്റ ഷിപ്പ് മതി. ഇതോടെ നാച്ചുറൽ ഗ്യാസിന്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെട്ടു. ഇനി ഖനികൾക്കടുത്ത് തന്നെ പൈപ്പ് ലൈൻ വഴി ഉപയോഗിക്കേണ്ട അവസ്ഥയില്ല. നമുക്ക് കപ്പലുകളിൽ കയറ്റി കടലിനക്കരെയുള്ള രാജ്യങ്ങളിലേക്കും ഇത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നാച്ചുറൽ ഗ്യാസിന്റെ ട്രാൻസ്പോർട്ടേഷൻ കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും ഇതിനെക്കുറിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട്. ഈ നാച്ചുറൽ ഗ്യാസ് ശുദ്ധീകരിച്ച് ലിക്വിഫൈ ചെയ്യുന്ന പ്ലാന്റുകളാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അതിനുശേഷം ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ LNG കൊണ്ടുപോകുന്ന സ്പെഷ്യൽ ടൈപ്പ് ഷിപ്പുകൾ. ഈ ഷിപ്പുകളിൽ -162 LNG സൂക്ഷിക്കുന്നത്. ഇതിൽ കൂളിങ്ങിനായി പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല. ഇതൊരു വലിയ ഫ്ലാസ്ക് പോലെയാണ്. ഒരു ഫ്ലാസ്കിൽ ചൂട് ചായ ഒഴിച്ചാൽ അതിന്റെ ചൂട് പോകാതെ ഇരിക്കുന്ന പോലെ -162 തണുപ്പുള്ള ഈ LNG ഷിപ്പിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ തണുപ്പ് പോകാതെ സൂക്ഷിക്കുന്ന ഇൻസുലേഷൻ സംവിധാനം അതിലുണ്ട്. ഒരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസുലേഷൻ ഇല്ലല്ലോ. എത്ര ശ്രമിച്ചാലും കുറച്ചൊക്കെ LNG അതിനകത്ത് തന്നെ ഗ്യാസ് ആകും. ഈ ഗ്യാസ് ആകുന്നതിനെ ബോയിൽ ഓഫ് എന്നാണ് പറയുന്നത്. ഈ ബോയിൽ ഓഫ് ആ ഷിപ്പിന്റെ എഞ്ചിനിൽ കത്തിച്ചാണ് ആ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷിപ്പുകളും ഡീസലോ ഹെവി ഫ്യൂലോ കത്തിക്കുന്ന ഷിപ്പുകളെക്കാളും കുറച്ചുകൂടി ക്ലീനറാണ്. ഇത്തരം സംവിധാനങ്ങളുള്ള LNG ഷിപ്പുകൾ സ്പെഷ്യൽ ഷിപ്പുകളാണ്. ഈ ഷിപ്പുകൾക്ക് സമാന സൈസുള്ള ഓയിൽ ടാങ്കറുകളെക്കാളും ഏകദേശം 3-4 ഇരട്ടിയൊക്കെ വില കൂടുതൽ കാണും. അടുത്തായി ഏത് രാജ്യമാണോ ഇത് ഇറക്കുമതി ചെയ്യുന്നത് അവിടെ ഒരു റീഗ്യാസിഫിക്കേഷൻ പ്ലാന്റ് വേണം. ഈ ഷിപ്പ് കൊണ്ടുവരുന്ന LNGയെ വീണ്ടും തിരിച്ച് ഗ്യാസ് ആക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ഈ നാച്ചുറൽ ഗ്യാസ് ഇന്റർനാഷണലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് പെട്ടെന്ന് നോക്കാം. നാച്ചുറൽ ഗ്യാസ് ലിക്വിഫൈ ചെയ്യാൻ ആവശ്യമായ ലിക്വിഫിക്കേഷൻ പ്ലാന്റുകൾ, ഇത് ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ പർപ്പസ് LNG ഷിപ്പുകൾ, ഇത് ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്ത് ഇതിനെ വീണ്ടും ഗ്യാസ് ആക്കി മാറ്റുവാൻ ആവശ്യമുള്ള ഗ്യാസിഫിക്കേഷൻ പ്ലാന്റുകൾ. ഇതാണ് ഒരു LNG ട്രാൻസ്പോർട്ടേഷൻ ചെയ്യും. ഈ LNGക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് ഫോസിൽ ഫ്യൂലുകളെ അപേക്ഷിച്ച് വളരെ ക്ലീനറായിട്ടാണ് ഇത് കത്തുക. ഡീസൽ, കൽക്കരി പോലുള്ള മറ്റ് ഫോസിൽ ഫ്യൂലുകൾ ഉത്പാദിപ്പിക്കുന്ന അത്ര കാർബൺ ഡയോക്സൈഡോ കാർബൺ മോണോക്സൈഡോ LNG കത്തുമ്പോൾ ഉണ്ടാകുന്നില്ല. നാച്ചുറൽ ഗ്യാസ് ക്ലീനർ ആയതുകൊണ്ടും ടർബൈൻ ടെക്നോളജിയിൽ വന്ന അഡ്വാൻസ്മെന്റുകൾ കൊണ്ടും ഇത് ഇലക്ട്രിക് പവർ ജനറേഷനിൽ ഉപയോഗിക്കുവാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷനിലെ അഡ്വാൻസ്മെന്റുകൾ ഇതിനെ ലോകവ്യാപകമാക്കാൻ സഹായിച്ചു. എന്നാലും നാച്ചുറൽ ഗ്യാസ് വഴിയുള്ള പവർ ജനറേഷൻ ഗണ്യമായി വർദ്ധിച്ചത് 2000-ങ്ങൾക്ക് ശേഷമാണ്. അതിന്റെ ഒരു പ്രധാന കാരണം US-ലുണ്ടായ ഷെയിൽ ബൂമാണ്. US-ൽ 2000-ങ്ങൾക്ക് ശേഷം ഷെയിൽ ഓയിൽ കണ്ടെത്തിയതോടുകൂടി ധാരാളം എണ്ണക്കിണറുകൾ വന്നു. ഈ എണ്ണക്കിണറുകളിൽ നിന്നെല്ലാം നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുവാനും തുടങ്ങി. ആദ്യകാലങ്ങളിലൊക്കെ US തങ്ങളുടെ ആഭ്യന്തര ഉപയോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചിരുന്നത്.
2008 മറ്റോ ആണ് US ഒരു ലിക്വിഫിക്കേഷൻ പ്ലാന്റ് സ്ഥാപിച്ചതോടെ കളി മാറി. USന്റെ നാച്ചുറൽ ഗ്യാസ് ധാരാളമായി ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്താൻ തുടങ്ങി. അതോടെ നാച്ചുറൽ ഗ്യാസിന്റെ വില കുറഞ്ഞു. വില കുറഞ്ഞതോടുകൂടി നാച്ചുറൽ ഗ്യാസിൽ നിന്നുള്ള പവർ ജനറേഷൻ കൂടുതൽ എക്കണോമിക്കായി. അത് കൂടുതൽ രാജ്യങ്ങളെ തങ്ങളുടെ കോൾ പവർ പ്ലാന്റുകളും ന്യൂക്ലിയർ പവർ പ്ലാന്റുകളും ഒക്കെ ഉപേക്ഷിച്ച് നാച്ചുറൽ ഗ്യാസിലേക്ക് സ്വിച്ച് ചെയ്യാൻ പ്രേരിപ്പിച്ചു. പവർ സെക്ടറിന്റെ നാച്ചുറൽ ഗ്യാസിലേക്കുള്ള മാറ്റം ദ്രുതഗതിയിലാക്കിയതിന്റെ മറ്റൊരു കാരണം എൻവയോൺമെന്റൽ കോൺഷ്യസ്നെസ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എഫക്റ്റുകളെ പറ്റിയും ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയും ഒക്കെ രാജ്യങ്ങളും അതിന്റെ പൗരന്മാരും കൂടുതൽ ബോധവാന്മാരായി. അതുകൊണ്ട് തന്നെ കോൾ, ഡീസൽ മുതലായി അധികം പൊല്യൂട്ട് ചെയ്യുന്ന ഫോസിൽ ഫ്യൂലുകളെ ഉപേക്ഷിച്ച് നാച്ചുറൽ ഗ്യാസിലേക്ക് മാറാൻ ഇവർ നിർബന്ധിതരായി. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കൂടാതെ നാച്ചുറൽ ഗ്യാസ് റിസോഴ്സസ് ഇല്ലാത്ത ജപ്പാനും തായ്വാനും സിംഗപ്പൂരും സൗത്ത് കൊറിയയും ഒക്കെ തങ്ങളുടെ ഇലക്ട്രിസിറ്റിയുടെ വലിയൊരു ഭാഗം LNGയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഈ രാജ്യങ്ങളൊക്കെ പവർ ജനറേഷൻ LNGയിലേക്ക് മാറ്റിയത് ബ്രിഡ്ജ് ഫ്യൂൽ എന്ന രീതിയിലാണ്. ഡെസ്റ്റിനേഷൻ ഫ്യൂൽ സോളാറും വിൻഡും ഒക്കെ പോലത്തെ റിന്യൂവബിൾസ് ആണ്. ഏതാണ്ട് 30 കൊല്ലത്തിനകം നമ്മുടെ ഫുൾ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് റിന്യൂവബിൾസ് ആയ സോളാറും വിൻഡും ഒക്കെ ഫുൾഫിൽ ചെയ്യും എന്ന് കരുതപ്പെടുന്നു. ആ 30 കൊല്ലത്തേക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ LNGയെ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ബ്രിഡ്ജ് ഫ്യൂൽ എന്ന് പറയുന്നത്. അങ്ങനെ ലോകം LNG ഒക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആദ്യത്തെ മേജർ ഡിസ്റപ്ഷൻ വരുന്നത്, റഷ്യ-യുക്രൈൻ വാർ. ജർമ്മനി ഉപയോഗിക്കുന്ന നാച്ചുറൽ ഗ്യാസിന്റെ 60% വരുന്നത് റഷ്യയിൽ നിന്ന് നോർഡ് സ്ട്രീം എന്ന പൈപ്പ് ലൈൻ വഴിയാണ്. യുദ്ധമുണ്ടായപ്പോൾ പുടിൻ ആ പൈപ്പ് അങ്ങ് അടച്ചു. അന്ന് ജർമ്മനി ഒരു LNG ഇമ്പോർട്ടർ അല്ലായിരുന്നു. അതായത് ജർമ്മനിക്ക് ആവശ്യമുള്ള നാച്ചുറൽ ഗ്യാസ് എല്ലാം പൈപ്പ് ലൈൻ വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. ഈ പൈപ്പ് അടച്ചതോടുകൂടി ജർമ്മനിക്ക് ആവശ്യമുള്ള ഗ്യാസിന്റെ 60% ഒറ്റയടിക്ക് നിലച്ചു പോയത്. എന്നാൽ ഇതിനെ മറികടക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്നോ ഗൾഫിൽ നിന്നോ കുറച്ച് LNG അങ്ങ് വാങ്ങിക്കളയാമെന്ന് കരുതിയാൽ അത് നടക്കില്ല. കാരണം LNG ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഗ്യാസിഫിക്കേഷൻ പ്ലാന്റ്സ് ആവശ്യമുണ്ട്. ഒരു റീഗ്യാസിഫിക്കേഷൻ പ്ലാന്റ് പണിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും എടുക്കും. അവിടെയാണ് FSRUs അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് സ്റ്റോറേജ് ആൻഡ് റീഗ്യാസിഫിക്കേഷൻ യൂണിറ്റ്സ് എന്ന കപ്പലുകൾ ജർമ്മനിയുടെ രക്ഷയ്ക്കെത്തിയത്. ഇത് ചുരുക്കത്തിൽ റീഗ്യാസിഫിക്കേഷൻ പ്ലാന്റുകളുള്ള കപ്പലുകളാണ്. ജർമ്മനി അത്തരം കുറേ കപ്പലുകളെ വാടകയ്ക്കെടുത്ത് ഇമ്പോർട്ട് ചെയ്ത LNG റീഗ്യാസിഫൈ ചെയ്ത് സ്റ്റോറേജുകളൊക്കെ നിറച്ച് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. യുദ്ധം അങ്ങനെ 2-3 കൊല്ലം നീണ്ടുപോയപ്പോൾ ജർമ്മനി കുറച്ച് റീഗ്യാസിഫിക്കേഷൻ പ്ലാന്റുകളൊക്കെ പണിഞ്ഞു. അതോടെ റഷ്യയിൽ നിന്ന് വരുന്ന പൈപ്പ് നാച്ചുറൽ ഗ്യാസിന്റെ പുറത്തുള്ള ഡിപ്പെൻഡൻസ് കുറച്ചിട്ട് അമേരിക്കയിൽ നിന്നും ഖത്തറിൽ നിന്നും വരുന്ന ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധത്തിന് മുമ്പ് ജർമ്മനി ഏകദേശം 60% നാച്ചുറൽ ഗ്യാസിന് റഷ്യയാണ് ഡിപ്പെൻഡ് ചെയ്തത്. ആ ഡിപ്പെൻഡൻസി കുറച്ച് അത് 15% താഴെയാക്കാൻ അവർക്ക് സാധിച്ചു. ഇതിനിടെ ജർമ്മനി ഖത്തറുമായി ഒരു 20 കൊല്ലം ലോങ് ടൈം കോൺട്രാക്റ്റും സൈൻ ചെയ്തു. അതായത് അന്നന്ന് നിലനിൽക്കുന്ന എണ്ണ വിലയുടെ 13% ഖത്തർ ജർമ്മനിക്ക് ഗ്യാസ് നൽകിയുള്ളൂ. അതുകൊണ്ട് ജർമ്മനിക്ക് ഓപ്പൺ മാർക്കറ്റിൽ പോയി ഡെയിലി ബിഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതായിരുന്നു ആ കോൺട്രാക്ട്. അപ്പോഴാണ് രണ്ടാമത്തെ മേജർ ഡിസ്ട്രപ്ഷൻ. ട്രംപ് പോയി ഇറാനെ ആക്രമിച്ചു. ഇറാന് ഭ്രാന്ത് പിടിച്ച് എല്ലാ ഗൾഫ് സ്റ്റേറ്റ്സിനെ ആക്രമിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഖത്തറിന്റെ ഏറ്റവും വലിയ ഗ്യാസ് ഫെസിലിറ്റിയായ റാസ് ലഫാനിലും കൊണ്ടിട്ട് ഒരു ബോംബ്. ആ ബോംബ് കാരണം ഏകദേശം 17% ഖത്തറിന്റെ ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കപ്പെട്ടു. എല്ലാ കോൺട്രാക്റ്റിലുമുള്ള ഒരു ക്ലോസ് ആണ് ഫോഴ്സ് മെജ്യൂർ. ഫോഴ്സ് മെജ്യൂർ എന്നത് ഒരു ഫ്രഞ്ച് വാക്കാണ്. ഇതിന്റെ അർത്ഥം സുപ്രീം ഫോഴ്സ് എന്നൊക്കെയാണ്. അതായത് നമ്മുടെ പരിധിയിലല്ലാത്ത, നമുക്ക് നേരത്തെ കാണാൻ സാധിക്കാത്ത എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കൊരു നഷ്ടമുണ്ടാവുകയാണെങ്കിൽ നമ്മൾ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കാൻ ബാധ്യസ്ഥരല്ല എന്നതാണ് ആ ക്ലോസ്. ഖത്തറിൽ ഇറാൻ കൊണ്ട് ബോംബിട്ടതോടെ ഖത്തർ ഫോഴ്സ് മെജ്യൂർ ഇൻവോക്ക് ചെയ്തു. അതായത് ജർമ്മനിക്ക് 20 കൊല്ലം മുടങ്ങാതെ നിശ്ചിത റേറ്റിൽ ഗ്യാസ് കൊടുത്തോളാം എന്ന വ്യവസ്ഥ ഇനി ഖത്തറിന് പാലിക്കേണ്ടതില്ല. ഇതോടെ ജർമ്മനിക്ക് മാർക്കറ്റിൽ നിന്ന് ബിഡ് ചെയ്ത് ഗ്യാസ് വാങ്ങേണ്ട അവസ്ഥയായി. യുദ്ധം തുടങ്ങിയപ്പോഴേ ഇത് തങ്ങൾക്ക് പണിയാണെന്ന് മനസ്സിലാക്കിയ ഈ LNG ഉപയോഗിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളുണ്ടല്ലോ, ഈ ജപ്പാനും സൗത്ത് കൊറിയ തായ്വാനും ഒക്കെ കിട്ടുന്ന അത്ര സ്ഥലത്തുനിന്ന് വൻ പൈസയ്ക്ക് ഗ്യാസ് ബിഡ് ചെയ്ത് വാങ്ങാൻ തുടങ്ങി. ഇതോടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ LNGയുടെ വില കുതിച്ചുയർന്നു. പല മാർക്കറ്റുകളിലും ജർമ്മനിയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ഔട്ട്ബിഡ് ചെയ്ത് ഈ ഏഷ്യൻ രാജ്യങ്ങൾ ഗ്യാസ് സ്വന്തമാക്കി. ജർമ്മനിയിലേക്ക് ഗ്യാസുമായി പൊയ്ക്കൊണ്ടിരുന്ന കപ്പലുകൾ വഴി വെച്ച് യൂട്ടേൺ അടിച്ച് ജപ്പാനിലേക്ക് പോയെന്ന് വരെ പറയപ്പെടുന്നു. ജർമ്മനിയിൽ അല്ലെങ്കിൽ തന്നെ ഇലക്ട്രിക് പവർ കോസ്റ്റ്ലിയാണ്. US സംബന്ധിച്ച് നോക്കുമ്പോൾ ഏകദേശം 2.5 ഇരട്ടി അധികമാണ്. ജർമ്മനിയിൽ ഗ്യാസിന്റെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് സ്റ്റീൽ ഇൻഡസ്ട്രിയും ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയും ഒക്കെയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഇൻഡസ്ട്രീസിന്റെ അറൌണ്ട് 20% ബാങ്ക്രപ്സിയുടെ തുഞ്ചത്തായിരുന്നു. LNG ഷോർട്ടേജ് കൂടി വന്നതോടുകൂടി ഈ ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ജർമ്മനിയുടെ അറൌണ്ട് 20% ഇൻഡസ്ട്രീസ് അടച്ചുപൂട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ബോംബ് ഖത്തറിലാണ് വീണതെങ്കിലും പൊട്ടിയത് ജർമ്മനിയിലാണെന്ന് പറയുന്നത്. ഇനി എന്താണ് ജർമ്മനിക്കും യൂറോപ്പിനും മുന്നോട്ടുള്ള വഴികൾ? അടച്ചുപൂട്ടിയ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണോ ഒന്ന്? ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്റ്റാർട്ട് ചെയ്യുക എല്ലാ രാജ്യത്തും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ജനങ്ങൾ വളരെ ഭീതിയോടെയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ കാണുന്നത്. അത് മാത്രമല്ല, ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമുക്ക് ഒരു ഓവർനൈറ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതിന് കാലതാമസം എടുക്കും. രണ്ടാമത്തെ ഓപ്ഷൻ കോൾ പവർ പ്ലാന്റുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ എൻവയോൺമെന്റ് ഫ്രണ്ടിൽ നേടിയ എല്ലാ മുന്നേറ്റങ്ങളെയും പിന്നോട്ടടിക്കുന്ന ഒരു തീരുമാനമായി പോകും അത്. ഇനി മൂന്നാമത്തേത് ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള ഒരു സൊല്യൂഷൻ. USന്റെ ഡൊണാൾഡ് ട്രംപിനെ വെച്ച് യുക്രൈനെ കൊണ്ട് ഒരു പീസ് ഡീൽ സൈൻ ചെയ്യിപ്പിക്കുക. US കഴിഞ്ഞ ഡിസംബറിൽ ഒരു പീസ് ഡീൽ പ്രപ്പോസ് ചെയ്തിരുന്നു. യുക്രൈൻ നാറ്റോയിൽ ചേരാതിരിക്കുക, റഷ്യ ആക്രമിച്ച് കീഴടക്കിയ പ്രവിശ്യയിൽ റഷ്യക്ക് വിട്ടു നൽകുക, യുക്രൈൻ്റെ സൈനിക ബലം പരിമിതപ്പെടുത്തുക തുടങ്ങിയ കുറച്ച് വ്യവസ്ഥകളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഈ ഡീൽ പ്രോ റഷ്യൻ ആണെന്നും പറഞ്ഞ് സെലൻസ്കി അന്ന് ഒപ്പുവെച്ചില്ല. ഈ ഡീൽ മിക്കവാറും ചെറിയ മാറ്റങ്ങളോടുകൂടി ട്രംപ് റീപ്രപ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് മിക്കപ്പോഴും ഒരു ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് ഫാഷനിലായിരിക്കും. കാരണം US ഓൾറെഡി വാറിലാണ്. US ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്, ഇസ്രായേലിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്,
ഗൾഫ് സ്റ്റേറ്റ്സിന് ആയുധം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യുഎസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരു രാജ്യമല്ല യുക്രൈൻ. അതുകൊണ്ട് തന്നെ ഈ ഡീൽ സെലൻസ്കി എടുത്തില്ലെങ്കിൽ യുഎസ് തങ്ങളുടെ വാർ ഇന്റലിജൻസും ആംസ് സപ്ലൈയും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാം എന്ന് ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പീസ് ഡീൽ ഉണ്ടാവുകയാണെങ്കിൽ റഷ്യയുടെ സാങ്ഷൻസ് എടുത്തു മാറ്റി റഷ്യയെ സ്വിഫ്റ്റിൽ റീഇൻറ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ റഷ്യയെ കൊണ്ട് ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ തുറപ്പിച്ച് ഈ നാച്ചുറൽ ഗ്യാസ് ക്രൈസിസിന് ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇനി എവിടെയാണ് ജർമ്മനിക്ക് പിഴച്ചത്? ജർമ്മനി എനർജി ഇൻഡിപെൻഡൻസ് എന്നും പറഞ്ഞ് വലത്തേക്കാലിലെ മന്തെടുത്ത് ഇടത്തേക്കാലിലേക്ക് വെക്കുക മാത്രമാണ് ചെയ്തത്. റഷ്യയുള്ള ഡിപ്പെൻഡൻസ് കുറച്ച് ഖത്തറിലോട്ടുള്ള ഡിപ്പെൻഡൻസ് കൂട്ടി. ഫോസിൽ ഫ്യൂലുകളുടെ പ്രധാന പ്രശ്നം അത് തീർന്നു പോകും എന്നതിലുപരി അത് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇതുണ്ടാക്കുന്ന സ്ഥലങ്ങളിലെ ഭരണാധികാരികൾ ചരിത്രത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ടൂളായിട്ട് യൂസ് ചെയ്തിട്ടുമുണ്ട്. ഇതാണ് ഫോസിൽ ഫ്യൂലുകളുടെ പ്രശ്നം. എത്ര ക്ലീൻ ഫോസിൽ ഫ്യൂൽ ആണെങ്കിലും ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എനർജി ഇൻഡിപെൻഡൻ്റ് ആകാൻ സാധിക്കുകയില്ല. ഈ നാച്ചുറൽ റിസോഴ്സസ് ഇല്ലാത്ത രാജ്യങ്ങളെ എനർജി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ഒരു പരിധി വരെയെങ്കിലും റിന്യൂവബിൾസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ജർമ്മനി യൂറോപ്പും റിന്യൂവബിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ ചൈനയെ പോലെ അത്ര അഗ്രസീവായിട്ട് അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പുഷ് ചെയ്തോ എന്നുള്ള കാര്യം സംശയമാണ്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നാച്ചുറൽ ഗ്യാസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കൂടെ പറഞ്ഞേക്കാം. നാച്ചുറൽ ഗ്യാസ് ക്ലീനർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അത് കത്തുമ്പോൾ മാത്രമാണ്. ഇത് കത്താതെ ഏതെങ്കിലും തരത്തിൽ ലീക്കായി അറ്റ്മോസ്ഫിയറിലേക്ക് പോയാൽ കാർബൺ ഡയോക്സൈഡിൻ്റെ 80 ഇരട്ടി ആഘാതം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു വാതകമാണ് ഈ നാച്ചുറൽ ഗ്യാസ്. ഇങ്ങനെ ലീക്ക് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നതിന് മീഥേൻ സ്ലിപ്പ് എന്നാണ് പറയുന്നത്. ഈ മീഥേൻ സ്ലിപ്പ് എങ്ങും അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. പ്രൊഡക്ഷൻ ഫേസിലോ ലിക്വിഫിക്കേഷൻ ഫേസിലോ ട്രാൻസ്പോർട്ടേഷൻ ഫേസിലോ ഗ്യാസിഫിക്കേഷനിലോ കൺസംഷനിലോ ഒക്കെ ഈ ലീക്ക് പോസിബിൾ ആണ്. ഗ്യാസ് കമ്പനികൾ പറയുന്നത് 0.5 to 1% മാത്രമേ മീഥേൻ സ്ലിപ്പ് സംഭവിക്കുന്നുള്ളൂ എന്നാണ്. എന്നാൽ ഇൻഡിപെൻഡന്റ് റിസർച്ചേഴ്സ് പറയുന്ന 5 to 7% വരെ സംഭവിക്കുന്നുണ്ടാണ്. 5 to 7% ഒക്കെ മീഥേൻ സ്ലിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിഡ്ജ് ഫ്യൂൽ എന്ന രീതിയിലാണ് LNG ഉപയോഗിച്ച് തുടങ്ങിയത്. അതായത് ഒരു 30 കൊല്ലത്തിനകം സോളാറും വിൻഡും വരും, അപ്പോഴത്തേക്ക് അതിലേക്ക് മാറാം എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത്. എന്നാൽ എനർജി കമ്പനികൾ ഈ സെക്ടറിൽ നടത്തുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ ഇവർ 30 കൊല്ലം കണ്ടിട്ടാണ് നടത്തുന്നതെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം 30 കൊല്ലത്തിൽ ബ്രേക്ക് ഈവൻ എത്തുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഇവർ നടത്തുന്നത്. ഗ്യാസ് കമ്പനികളുടെ പ്രൊജക്ഷൻ അനുസരിച്ച് 30 കൊല്ലത്തിലൊന്നും LNGയുടെ ഡിമാൻഡ് കുറയാൻ പോകുന്നില്ല എന്നാണ് അവർ കരുതുന്നത്. മറിച്ച് അത് വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ എന്നുള്ള ഒരു പ്രൊജക്ഷന്റെ പുറത്താണ് അവരിത് ചെയ്യുന്നത്. ഈ പ്രൈവറ്റ് കമ്പനികൾ ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവ സർക്കാരുകളെ സ്വാധീനിച്ച് റിന്യൂവബിൾസിലേക്കുള്ള ട്രാൻസിഷൻ സ്ലോ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് LNGയെ പറ്റി പറയാനുള്ളത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.